ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ചോക്ലേറ്റ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഡാൽഡ ഇല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്താലും മതി. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അടിയിൽ ഇങ്ങനെ വെള്ളം ചൂടാവുന്നതോട് കൂടിയിട്ട് അത് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ഇതാ ഡാൽഡ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം ഐസിങ് ഷുഗർ ആണ് കേട്ടോ. അപ്പോൾ ഐസിങ് ഷുഗർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് തയ്യാറാക്കിയെടുക്കാനും തന്നെ. ഇനി നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്യാൻ കേട്ടോ. ആ ഷുഗർ നല്ലതുപോലെ ആ ഒരു ഡാൽഡയിൽ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതിലിങ്ങനെ തരി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പഞ്ചസാര അതിൽ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു പഞ്ചസാര തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങോട്ട് അലിഞ്ഞു പോയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ അതാ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, തരികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് കേട്ടോ. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തരികളോ അതുപോലെ തന്നെ കട്ടകളോ ഒന്നും പാടില്ല കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിക്കാവണ വരെ കുറച്ച് ടൈം ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്കിനി ഒരു ചോക്ലേറ്റിൻ്റെ മോൾഡിലോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിലിക്കോണിൻ്റെ ചോക്ലേറ്റ് ബാർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ബാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒന്നിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നങ്ങ് ടാപ്പ് ചെയ്യാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെച്ചാൽ മതി ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പെട്ടെന്ന് തന്നെ കട്ടായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത്. ഒരു 20-25 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് തന്നെ നന്നായിട്ട് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ എടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ധൃതിയൊക്കെ കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ ചിലപ്പം പൊട്ടിപ്പോകും. ഇപ്പോൾ കുറച്ചൊരു ധൃതി കൂട്ടിയതുകൊണ്ടാണ് അതിൻ്റെ സൈഡ് ഒന്നങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്താൽ മതി. കണ്ടില്ലേ, നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കരയുന്ന ടൈമിൽ നമുക്ക് പുറത്തൊന്നും പോകണ്ട. നമ്മളെ വീട്ടിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഞാൻ ഡബിൾ ബോയിലിംഗ് വഴി തന്നെയാണ് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളതും 5 ടേബിൾ സ്പൂണ് ഡാൽഡ തന്നെയാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ കേട്ടോ, അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇപ്പോൾ അതാ ഡാൽഡ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം ഐസിങ് ഷുഗറാണ്. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത അതേ അളവിൽ തന്നെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ഷുഗറൊക്കെ അതിൽ നല്ലതുപോലെ മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ അതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ടൈം എടുത്താൽ നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ അതിലുള്ള തരികളൊക്കെ ഇല്ലാണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കടിക്കുമ്പോൾ അതിലിങ്ങനെ ആ ഒരു തരി ഉണ്ടാവും. അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ചോക്ലേറ്റ്.
അപ്പോൾ ഇതാ ഒരു ഷുഗറൊക്കെ അതിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ പാൽപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള തരികളും കട്ടകളൊക്കെ ഇല്ലാണ്ടാവുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു തരികളും കട്ടകളൊക്കെ ഏകദേശം അങ്ങനെ പോയിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസ് ഒന്ന് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അതായത് ഒരു 5 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മളൊരു മോൾഡിലോട്ട് ഒഴിച്ചില്ല, അതുപോലെ തന്നെ ഇത് ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സിലിക്കോണിൻ്റെ ചോക്ലേറ്റ് ബാർ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 20-25 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. പെട്ടെന്ന് തന്നെ കട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും കൂടെ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതാ ഞാൻ 20-25 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കേട്ടോ. അപ്പോഴേക്കന്നെ പെട്ടെന്ന് തന്നെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് വേണമെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഞാനിത് പോലെ പതുക്കെ എടുക്കുന്നുള്ളൂ. നേരത്തെ പോലെ ധൃതിയൊന്നും കൂട്ടുന്നില്ല. സൈഡൊന്നും കട്ടായിട്ട് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. കണ്ടില്ല, നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റിൽ ഒരുപാട് ഇഷ്ടമുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അങ്ങനെ കട്ടായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇനി വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കരയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലേ, ഡാർക്ക് ചോക്ലേറ്റും തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇതുപോലെ. അതുപോലെ തന്നെ ഇതിൽ ഐസിങ് ഷുഗർ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അത് നമ്മൾ വീട്ടിലില്ല എന്ന് കരുതിയിട്ട് ഇനി ആരും ഉണ്ടാക്കാതിരിക്കേണ്ട. ഷുഗറും അതുപോലെ തന്നെ കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞത്. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഓരോ പേജ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 മിനിറ്റ് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറ് ഓരോ വീഡിയോയുടെയും. അതുപോലെ തന്നെ പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഫുൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിലും ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും കാണാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2 പേജുകളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.